എനിക്ക് നല്ലൊരു തമിഴ് മൂവി വന്നിട്ടുണ്ടായിരുന്നു. വിജയ് സേതുപതിയുടെ കൂടെയുള്ള ഒരു മൂവി ആയിരുന്നു അത്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും അഭിനയിക്കുന്നില്ല, എനിക്ക് പറയാമല്ലോ. ഐശ്വര്യലക്ഷ്മി ആയിരുന്നു അതിന്റെ ഹീറോയിനൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. അത് എന്നോട് അവര് അഡ്ജസ്റ്റ്മെന്റ് വേണമെന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാനത് വേണ്ടാന്ന് വെച്ചത്. ലൈക്ക് എനിക്കറിയില്ല എന്താണ് അഡ്ജസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ എന്താണ്, ഇങ്ങനെ തന്നെയാണോ എല്ലാവരും സിനിമയിൽ കയറുന്നത്. നിങ്ങളെ ഡ്രീം നിങ്ങളാണ് അച്ചീവ് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾക്ക് ഒരാളും നിങ്ങളെ ഹെൽപ്പ് ചെയ്തില്ല. ആ ഫോക്കസ് ഓഫ് വ്യൂ നിങ്ങളതായിരിക്കണം. ആ ഡ്രീമിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് വേണോ നിങ്ങൾ ചെയ്യണം. അത് മടിച്ചിരുന്ന് പേടിച്ച് അയ്യോ നെഗറ്റീവ് കമന്റ്, അയ്യോ ട്രോള്, ഇത് ഒന്നും ഒരു കാര്യമില്ല. എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആഷി എന്നെ വേണ്ടാന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ജാസിയുടെ അവസ്ഥ? ആഷി ഒരിക്കലും എന്നെ വേണ്ടാന്ന് വെച്ച് പോകത്തില്ല. അതൊരു വലിയൊരു കാര്യം. കാരണം നമുക്ക് നമ്മളെ പാർട്ട്ണറിനെ അറിയാമല്ലോ, അല്ലെങ്കിൽ ആളെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ആഷി ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈവൻ ഞാനാണെങ്കിൽ ഭയങ്കര, ഞങ്ങൾ രണ്ടുപേരും ഒരേ വേവ് ലെങ്തിൽ ചിന്തിക്കുന്ന വ്യക്തികളാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ആഷിനെ ഇട്ടിട്ട് പോകും എന്നുള്ള പേടി എനിക്ക് ഒരിക്കലും ഇല്ല. കാരണം ആഷിക്ക് ഒരിക്കലും എന്നെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ അത്രയും ഞങ്ങൾ മനസ്സിലാക്കിയ വ്യക്തികളാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് മേക്കപ്പ് ചെയ്യണേ, നിങ്ങൾ നോക്കിയിരിക്കണായിരുന്നു. ഇത് രസമായിട്ടാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പൊ സോഷ്യൽ മീഡിയ കത്തിച്ചോണ്ടിരിക്കണ ജാസിയാണ്. ജാസി, വെൽക്കം ടു ദി ഷോ. ഹായ്, വെൽക്കം ടു ഷോ. പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പെരുന്നാൾ അടിപൊളിയായിരുന്നു. നല്ല വീട്ടിലൊക്കെ പോയി. പിന്നെ ഇവിടെ പെരുന്നാൾ ഇവിടെ കൊച്ചിയിലെ വീട്ടിലൊക്കെ പെരുന്നാൾ ആഘോഷിച്ചു. ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിരുന്നു. ഞാൻ ജാസിയുടെ വ്ലോഗ് ഉണ്ടായിരുന്നു കുക്ക് ചെയ്യുന്നതൊക്കെ. ജാസി എങ്ങനെ കുക്കിംഗ് ഒക്കെ പഠിച്ചത്? കുക്കിംഗ് എന്റെ ഉമ്മ നന്നായിട്ട് കുക്ക് ചെയ്യായിരുന്നു. അപ്പൊ ചേച്ചിമാരായാലും, എനിക്ക് 2 ചേച്ചിമാരായിരുന്നു. അപ്പൊ ചേച്ചിമാരെ കല്യാണം ഫസ്റ്റ് ഡേ കഴിഞ്ഞു. അപ്പോൾ ഉമ്മാനെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കിച്ചണിലേക്ക് കയറും. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് നോക്കി കാണും. അങ്ങനെ ഉമ്മാന്റെ ഒരു കുക്കിംഗ് സ്റ്റൈലാണ് ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാനും ഫുഡ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും കാണുമ്പോൾ പറയണമെന്ന് വിചാരിച്ചത്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് മേക്കപ്പ് ചെയ്യണേ, നിങ്ങൾ നോക്കിയിരിക്കണായിരുന്നു. ഇത് രസമായിട്ടാണ്. എനിക്ക് പോലും ഒട്ടും മേക്കപ്പ് ചെയ്യാൻ അറിയാത്ത ഒരാളാണ്. ജാസിയുടെ ഡ്രസ്സിങ് ആണെങ്കിലും, ഡ്രസ്സിങ്ങിനെ പറ്റി എനിക്ക് ചോദിക്കാനുള്ളത്, ആശയാണ് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യണേന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ കംപ്ലീറ്റ്ലി ആശയാണ് ഡ്രസ്സ് മോസ്റ്റ് ഓഫ്ലി ഞാൻ അങ്ങനെ ഡ്രസ്സ് ഒരു ഷോപ്പിൽ പോയിട്ട് ഡ്രസ്സ് കുറേ അങ്ങ് വലിച്ചു വാരിയിട്ട് നോക്കുന്ന വ്യക്തിയല്ല ഞാൻ അവിടുത്തെ റാൻഡം ഓഫ് കുറച്ച് കളക്ഷൻസ് ഞാൻ അങ്ങനെ കണ്ണോടിച്ച് അതിലേതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ അത് പെട്ടെന്ന് പിക്ക് ചെയ്ത് അങ്ങ് പോകും. അല്ലാണ്ട് ഒരുപാട് നേരം ഒന്ന് ഷോപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് ആഷിക്ക് ഭയങ്കര ഇഷ്ടം. എന്നെ ഷോപ്പിന് കൊണ്ടുപോകുമ്പോൾ അയ്യോ വേണ്ടാന്ന് പറയത്തൊന്നുമില്ല. അവന് കൂടെ വരും. ഞാൻ ഒരു 3 ചുരിദാർ സെലക്ട് ചെയ്യും. ഇങ്ങനെ പെട്ടെന്ന് കണ്ടൊരു 3 ചുരിദാർ എടുക്കും. അതിൽ ഏതെങ്കിലും ഒരു നല്ല ചുരിദാർ ആഷിനോട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. ആഷി അത് ഓക്കെ ആക്കും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് കുറേ അങ്ങനെ നോക്കി കുറേ ടൈം കളയുന്ന വ്യക്തിയല്ല ഞാൻ. പെട്ടെന്ന് ഡ്രസ്സ് എടുത്ത് പെട്ടെന്ന് എനിക്ക് വീട്ടിലേക്ക് വരണം. അപ്പോൾ അതുകൊണ്ട് മോസ്റ്റ് ഓഫ് എൻ്റെ എല്ലാ ഡ്രസ്സും സെലക്ട് ചെയ്ത് തരുന്നത് ആഷിയായിരിക്കും. ആഷിയുടെ ഡ്രസ്സൊക്കെ ഏകദേശം ഞങ്ങൾ ഡ്രസ് കോഡ് മാച്ച് ആയിട്ടാണ് ഇടാറ്. അപ്പോൾ അവൻ്റെ ഡ്രസ്സും കുറേ ഞാനായിരിക്കും സെലക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ റീസെന്റ് കുറച്ചധികം ബോളിവുഡ് സോങ്സിൽ ജാസി വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് വാവ് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുന്ന ഒരു സംഭവം. അത് ആരുടെ കോൺസെപ്റ്റ് സത്യം പറയുന്നത് ചെയ്യണം എന്നുള്ളത്? ഞാനത് ആ കോൺസെപ്റ്റ് ഓൾറെഡി വേറൊരു ഒരു തീം കോൺസെപ്റ്റ് അത് ഓൾറെഡി ഞാൻ ചെയ്തത്. ജാൻമണി ആയിരുന്നു എനിക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജോ ആയിരുന്നു അതിൻ്റെ ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജാൻമണിയുടെ വീട്ടിലായിരുന്നു സെറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ബിബും കുറേ ഹെൽപ്ഫുള്ളായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഞാനിങ്ങനെ ഒരു റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഞാൻ ഒരു റീലിൽ കണ്ടു പോയതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ചെയ്യാൻ. എനിക്ക് വിചാരിച്ചത് അത് റീക്രിയേഷൻ ചെയ്യണം എനിക്ക്. കാരണം എനിക്ക് എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഇത് ചെയ്യണം എന്ന് വിചാരിച്ചു കുറേ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഒരു പെരുന്നാളായപ്പോൾ ഞാൻ ജാനുവോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. ഒരു നല്ല കോൺസെപ്റ്റ് ഉണ്ട്. ഞാൻ അവരെ വീഡിയോ ചെയ്ത ആൾക്കാരെ വീഡിയോ അവർക്ക് അയച്ചു കൊടുത്തു. ജാനുവിന് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ജാനു നമുക്ക് മേക്കപ്പിൽ കുറച്ച് ഡിഫറൻസ് കൊണ്ടുവരാം. അവരെ ഇത് എടുക്കാണ്ട് കുറച്ചൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും തീം കൊണ്ടുവരാം, ആഷിനെ ഇതിൽ ഉൾപ്പെടുത്താം എന്നൊക്കെ തീം വെച്ചത് ക്യാമറമാൻ ജോ പിന്നെ അതേപോലെ ഞങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ അവരെ ആ ഒരു വീഡിയോ റീക്രിയേഷൻ ചെയ്തു. അത് സത്യമായി താങ്ക്സ് ഉള്ളത് അവരോടാണ്. കാരണം അവരാണ് ആ തീം ഉണ്ടാക്കിയ ആൾക്കാർ. ഞാനത് റീക്രിയേഷൻ ചെയ്തിരുന്നുള്ളൂ. പക്ഷെ അവരെക്കാട്ടും വ്യൂസും റീച്ചും ലൈക്കൊക്കെ എനിക്കാണ് കിട്ടിയത്. പക്ഷെ അതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മേക്കപ്പ് ആയിരുന്നു അത്. കാരണം ജാൻമയുടെ മേക്കപ്പ് ലൈക്ക് വാവ് ആയിരുന്നു.
നമ്മളൊരു മേജിക് ഹാൻഡ് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഒരു ഭയങ്കര സംഭവം തീർക്കാന്ന് പറയില്ല, അത് ഞാൻ ലൈവിൽ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ജാസി നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഓൺ ചെയ്താണ് ഇപ്പൊ ചെയ്തതൊക്കെ നോർമൽ ലൈറ്റ് മേക്കപ്പ് ആയിട്ട് ചെയ്യും. പക്ഷെ എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതേപോലെ ഒരു മുഗൾ രാജാവിന്റെ മകളുടെ പോലൊക്കെ നന്നായിട്ട് ഒരുങ്ങണം, ഒരു നല്ല റാണീനെ പോലൊക്കെ ഒരുങ്ങണം എന്നൊക്കെ ഭയങ്കര ഡ്രീമായിരുന്നു എനിക്ക്. അപ്പൊ ഞാനിങ്ങനെ ഇത് ഏത് ഷൂട്ട് ചെയ്യും, അപ്പോഴാണ് ഈ വീഡിയോസ് എന്റെ മുമ്പിൽ വന്നത്. അതുകൊണ്ടാണ് പിന്നെ ആ വീഡിയോസിന് റീക്രിയേറ്റ് ചെയ്ത് കുറച്ചും കൂടെ മേക്കപ്പും കുറച്ചും കൂടെ ഓർണമെന്റ്സ് ഒക്കെ ചെയ്ത് നമുക്കത് സെറ്റ് ആക്കാം, അതിൽ ഹെവി ആക്കാം. അതിൽ കൂടുതൽ എനിക്ക് ആൻസർ ഉള്ളത് ഒന്ന് ജാൻമണിനോട്. മേക്കപ്പിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, ജാൻമണിയും ബിബു കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ക്യാമറ ചെയ്ത പിന്നെ ജോന്റെ അസിസ്റ്റന്റ്, ആളെ പേര് ഞാൻ മറന്നുപോയി. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ഉണ്ടായിരുന്നു, നല്ലത് ചെയ്താൽ നല്ലത് പറയും എന്നുള്ളത്. അതുപോലെ തന്നെ കുറെ കമന്റ്സിൽ ഞാൻ കണ്ടത്, ഒന്നും തോന്നരുത്, ഇക്കച്ചി എന്നുള്ളൊരു വേർഡും പറഞ്ഞിട്ട് വിളിക്കുന്നത്, ഇക്ക പ്ലസ് ചേച്ചി ഇക്കച്ചി എന്നുള്ളത്. അത് കണ്ടപ്പോ എന്താണ് തോന്നിയത് അങ്ങനെ പറയുന്നത്? എനിക്ക് അങ്ങനെ, ഞാൻ കമന്റ് ബോക്സ് കണ്ട് അങ്ങനെ ഇരുന്ന് വിഷമിക്കുന്ന ഒരു വ്യക്തിയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ, മുമ്പൊക്കെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. പണ്ടൊക്കെ റീൽസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വല്ല ഈ 9 ഇങ്ങനെ കുണ്ടൻ എന്നൊക്കെ വരുമല്ലോ, അപ്പൊ നമുക്ക് ഭയങ്കര വിഷമായിരുന്നു അതൊക്കെ കാണുമ്പോൾ. അപ്പൊ നമ്മളിങ്ങനെ വിഷമിച്ച്, വേണ്ട ഇനി വീഡിയോ ഒന്നും ചെയ്യേണ്ട, എന്തിനാ വെറുതെ ആൾക്കാരെ വായന ഇങ്ങനെ കേൾക്കുന്ന സമയം മിണ്ടാടൊക്കെ ഇരിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇത് ഇപ്പൊ എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട് ഒരുപാട് പേര് എന്നെ മോസ്റ്റ്ലി നെഗറ്റീവാണ് പറയുന്നത്. പക്ഷെ ഈ പറയുന്ന ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അപ്പൊ ഈ നെഗറ്റീവ് എനിക്ക് കമന്റ് ഇടുമ്പോഴും എനിക്ക് ഇത് നമ്മളൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ, ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് ആൾക്കാർ എടുക്കണം. കാരണം ജാസിന് ഇത്ര ജാസി ഏത് രീതിയിലാണ് സമൂഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതാ ഞാൻ ഇപ്പൊ പറഞ്ഞു വരുന്നത്. കാരണം ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് നെഗറ്റീവായിട്ട് കമന്റ് ഇടുന്നുണ്ട്, എന്നിട്ടും സ്റ്റിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ ഒരു കമന്റ് പോലും ഞാൻ നെവർ മൈൻഡ് ആക്കിയിട്ട് ഞാൻ എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഇൻഫ്ലുവൻസ്. ഇതേപോലെ എല്ലാവരും ഇതേപോലെ തന്നെ ആൾക്കാർ. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് കുറേ ആൾക്കാർ വരും, നിങ്ങൾ പുറകിൽ നിന്ന് കുത്താൻ ആൾക്കാരുണ്ടാവും, കല്ലെറിയാൻ ആൾക്കാരുണ്ടാവും, നിങ്ങൾ പോകുന്ന വഴികൾ ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും. പക്ഷെ നിങ്ങൾ അതൊന്നും മെയിൻ ചെയ്യരുത്. നിങ്ങളുടെ ഹാപ്പിനെസ്സിൽ മുന്നോട്ട് പോകണം. കുറെ ആൾക്കാർ പറയുന്നത് നിങ്ങളൊക്കെ എന്ത് ഇൻഫ്ലുവൻസ് ആണ് ലൈഫിൽ. ഞാൻ കൊടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് ആണ് ഇതാണ്, എൻ്റെ ലൈഫാണ് ഇൻഫ്ലുവൻസ്. കാരണം സ്റ്റിൽ ഇത്രയൊക്കെ നെഗറ്റീവ് ഉണ്ടായിട്ട് പോലും ഞാൻ ഇപ്പോഴും ഹാപ്പി ആയിട്ട് സ്റ്റിൽ ഭയങ്കര ഇതായിട്ട് ഞാൻ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. നിങ്ങൾ എല്ലാവരും അങ്ങനെ ആയിരിക്കണം. നിങ്ങൾ ഒരാളെയും മെയിൻ ചെയ്യരുത്. നിങ്ങളെ ഡ്രീം നിങ്ങളാണ് അച്ചീവ് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾക്ക് ഒരാളും നിങ്ങളെ ഹെൽപ്പ് ചെയ്തില്ല. ആ ഫോക്കസ് ഓഫ് വ്യൂ നിങ്ങളുടേതായിരിക്കണം. ആ ഡ്രീമിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് വേണോ നിങ്ങൾ ചെയ്യണം. അത് മടിച്ചിരുന്ന് പേടിച്ച് അയ്യോ നെഗറ്റീവ് കമന്റ്, അയ്യോ ട്രോള്, ഇത് ഒന്നും ഒരു കാര്യമില്ല. ടൈമുകളിൽ ജാസിക്ക് ഇത് പേടി ഉണ്ടായിട്ടില്ലേ? നെഗറ്റീവ് കമന്റ്സ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അത് പണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് പണ്ട് നെഗറ്റീവ് കമന്റ്, ഒരു ട്രോളൊക്കെ വന്ന് ഞാൻ ഈ ട്രോളർമാർക്ക് ഞാൻ വിളിക്കും, ഹലോ നിങ്ങൾ എന്തിനായിട്ട് എന്റെ ട്രോൾ ചെയ്ത് ഒന്ന് ഡിലീറ്റ് ചെയ്യൂ പ്ലീസ് എന്നൊക്കെ. ഇപ്പൊ അങ്ങനെ ഇല്ല. ഇപ്പൊ എന്നെ ട്രോളാണ്. എനിക്ക് ഐ ലവ് ട്രോൾസ്. ജാനു പറഞ്ഞ പോലെ ഐ ലവ് ട്രോൾസ്. ഞാൻ ട്രോളുന്നതുകൊണ്ട് കുറെ ഫെയിം കിട്ടുന്നുണ്ടല്ലോ. അതെ, ഇവരൊക്കെ നമുക്ക് ഫ്രീ പ്രൊമോഷൻ അല്ലേ, നല്ല നല്ല അക്കൗണ്ടുകളിൽ നമുക്ക് ഫ്രീ പ്രൊമോഷൻ അല്ലേ, അത്യാവശ്യം റീച്ചുള്ള. ശ്രദ്ധിക്കപ്പെടാൻ തന്നെ കാരണം ഈ ട്രോൾസ് ആണ്. അതെ, അതിനു മുന്നേ എനിക്കറിയില്ലായിരുന്നു ജാസി ആരാന്ന്. ഞാൻ റീസെന്റ് കുറച്ച് നാളായിട്ട് ഈ ട്രോൾസ് കാരണമാണ് ജാസിനെ ശ്രദ്ധിച്ചത്. മെയിൻലി ആ ക്രോമോഗ്രഫി പുള്ളിക്കാരന്റെ വീഡിയോ കണ്ടിട്ടാണ് ഇതായത്. ഒന്നില് വാച്ച് ആയിരുന്നു, വേറൊന്നില് പ്രിയങ്ക ചോപ്ര ഇട്ട ഒരു നെക്ലസിന്റെ പറഞ്ഞിട്ട്. ആക്ച്വലി ജാസി ഭയങ്കര ലക്ഷറീസ് അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അങ്ങനെ ഒരുപാട് ക്യാഷ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന വ്യക്തിയൊന്നുമല്ല. പക്ഷെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ ദുബായിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല ഗുച്ചിയുടെ ഒരു ബാഗ് വാങ്ങണം, അല്ലെങ്കിൽ എൽവിയുടെ ഒരു ബാഗ് വാങ്ങണം. ഇത് എൻ്റെ മാത്രം ആഗ്രഹമായിരിക്കില്ല. ഒട്ടുമിക്ക എല്ലാ പെൺകുട്ടികളും വലിയൊരു ആഗ്രഹമായിരിക്കും ഒരു ഗുച്ചിയുടെ ഒരു ബാഗ് കയ്യിൽ വേണം, അല്ലെങ്കിൽ എൽവിയുടെ ഒരു ബാഗ് വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ബാഗ് കയ്യിൽ വെക്കണം എന്നൊക്കെ ഉള്ളത് എല്ലാവരും ഒരു ആഗ്രഹമായിരിക്കും. അത്ര ആഗ്രഹം. പക്ഷെ ആ സമയത്ത് അത് വാങ്ങാനുള്ള പേയ്മെന്റ് ക്യാഷ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ഞാനൊക്കെ എൻ്റെ കയ്യിലെ ക്യാഷൊക്കെ എനിക്ക് ഓരോ മാസം കിട്ടുന്ന സാലറി വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം, എൻ്റെ കാര്യങ്ങൾ ചെയ്യണം, അതിൽ നിന്ന് കിട്ടുന്ന പേയ്മെന്റ് കുറച്ച് മാറ്റി വെക്കും. അങ്ങനെ ആ സമയത്ത് എന്നെ കൊണ്ട് വാങ്ങാൻ പറ്റാത്ത സംഭവം എനിക്ക് വാങ്ങാൻ പറ്റിയത് എനിക്ക് വലിയൊരു അച്ചീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പുള്ളി അതിൽ പറയുന്നുണ്ട്, ജാസി പറയുന്നത് കംപ്ലീറ്റ്ലി കള്ളമാണെന്ന്. ആ എമൗണ്ട് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ വാങ്ങിച്ച ഒരു സാധനം അത് മീഷോയിൽ 100 രൂപക്ക് കിട്ടും. 85 ലക്ഷം രൂപയായിരിക്കും അതിന്റെ വില. പക്ഷെ നമുക്കതിന് 12,000 രൂപക്ക് വാങ്ങാം, 20,000 രൂപക്ക് വാങ്ങാം, 50,000 രൂപക്ക് വാങ്ങാം. ഞാൻ അങ്ങനെ വാങ്ങിച്ച വ്യക്തിയാണ്. എനിക്ക് അത് 85 ലക്ഷം രൂപ കൊടുത്തിട്ട് വാങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷെ എന്റെ കയ്യിൽ സ്റ്റിൽ അത് 22,000 രൂപയുടെ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 22,000 രൂപക്ക് ഞാൻ വാങ്ങിച്ചത് എന്റെ ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് പ്രൗഡാണ് അതില്.
പിന്നെ അയാൾ പറഞ്ഞത് ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഒരു വാച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു, മറ്റേ ഇതിന്റെ റോളക്സിന്റെ വാച്ച്. 8 ലക്ഷമേ ഉള്ളൂ. നമ്മൾ 12 ലക്ഷത്തിന് രൂപക്ക് വണ്ടി വാങ്ങുന്നു, 20 ലക്ഷം രൂപക്ക് വണ്ടി വാങ്ങുന്നു. ജാസിക്ക് എങ്ങനെയെങ്കിലും 8 ലക്ഷത്തിന്റെ വാച്ച് വാങ്ങാൻ പറ്റട്ടെ എന്ന്. എൻ്റെ സ്റ്റിൽ എനിക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ റോളക്സിന് 2-3 വാച്ച് വാങ്ങാം, പക്ഷെ എനിക്ക് വേണ്ട. പക്ഷെ എൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ദുബായ് സമയത്ത് അത് ഫസ്റ്റ് കോപ്പി എനിക്ക് മതി. അത് ഞാൻ ഹാപ്പിയാണ്. എനിക്ക് എന്റെ ഹാപ്പിനെസ് നോക്കിയാൽ പോലെ, വേറെ ആൾക്കാരുടെ ഹാപ്പിനെസ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. റീസെന്റ് ഇപ്പോ ട്രാൻസ്ജെൻഡേഴ്സ് അമെന്റ്മെന്റ് ബില്ലിന്റെ പറ്റി ഒരു ന്യൂസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ജാസി അതിൽ പോയായിരുന്നു. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ആക്ച്വലി എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ സെൽഫ് ഡിക്ലറേഷൻ മാറ്റിയിട്ട് മെഡിക്കൽ ആയിട്ടുള്ളത് വേണം എന്നുള്ളതാണ്. അതിൽ എനിക്കെന്താണെന്ന് വെച്ചാൽ അതിലിപ്പോൾ എന്താ തെറ്റ്? കാരണം ട്രാൻസ് വുമൺ ആകുമ്പോഴത്തേക്ക് എന്തായാലും മെഡിക്കൽ സർജറി ചെയ്യുമ്പോൾ അവരത് പ്രൂവ് ചെയ്യുന്നതാണ്. അതിലെന്താ മിസ്റ്റേക്ക് എന്ന് എനിക്ക് അത് ചില ആൾക്കാരൊക്കെ അത് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണലി ഒരു ഇതിൽ പറയാണ്, ഓക്കെ ഫൈൻ, അത് അങ്ങനെയാണെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മൾ എത്ര പേർക്ക് ഇങ്ങനെ നമ്മുടെ ജെൻഡർ ഐഡന്റിറ്റി ഇതാണ് നമ്മൾ സർജറി ഇങ്ങനെ ചെയ്ത ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മൾ ഡോക്ടറിന് മുമ്പിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം. ഞാൻ ഈ സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പുരുഷൻ വന്നിട്ട് ഞാൻ ട്രാൻസ് ആണ് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു പെണ്ണാന്ന് ഒരിക്കലും പറയത്തില്ലല്ലോ. അവരുടെ മൈൻഡ് അങ്ങനെ ആയതുകൊണ്ടാണല്ലോ അവരിത് പറയുന്നത്. അപ്പൊ സെൽഫ് ഡിക്ലറേഷൻ അതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കാം എല്ലാം കൊണ്ടും. കാരണം അവരുടെ ഉള്ളിലത്തെ കാര്യങ്ങൾ അവർക്ക് തുറന്നു പറയാൻ പറ്റുന്നുണ്ട്. ഈ ഏറ്റവും വലിയ നമ്മളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറാണ് എല്ലാ കാര്യത്തിനും ഇതാക്കുക. ഒരു പെൺകുട്ടിനോട് നമുക്കൊരു അട്രാക്ഷൻ തോന്നണമെങ്കിലും ഒരു ആണിനോട് നമുക്കൊരു അട്രാക്ഷൻ തോന്നണമെങ്കിലും ഒക്കെ നമ്മുടെ തലച്ചോറാണ് പറയുന്നത്. അപ്പൊ നമ്മൾ സെൽഫായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് അത് നല്ല കാര്യം തന്നെയാണ്. കാരണം ഒരിക്കലും ഒരു പെണ്ണ് വന്നിട്ട് ഞാൻ ഒരു ആണാണ് അല്ലെങ്കിൽ ഒരു ആണ് ഞാൻ ഒരു പെണ്ണാന്ന് ഒരിക്കലും പറയത്തില്ലല്ലോ. അത് അവർക്ക് സമൂഹത്തിന് മുമ്പിൽ അങ്ങ് പറഞ്ഞ ഭയങ്കര നാണക്കേടാണെന്നുള്ള തോന്നൽ അവർക്ക് ഓൾറെഡി ഉണ്ട്. അഫ്കോഴ്സ് അത് ട്രാൻസ് ആയ വ്യക്തികളായിരിക്കും എൻ്റെ ഉള്ളിൽ ഒരു പെണ്ണത്വം ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ആണാണെങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ ഒരു പെണ്ണാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ ബില്ലിൽ എന്തോ പറയുന്നുണ്ട്, നിങ്ങൾ ബെനിഫിറ്റ്സ് അനാവശ്യമായിട്ട് യൂസ് ആക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാന്നും കൂടി പറയുന്നുണ്ട്. എന്ത് ബെനിഫിറ്റ്സ് ആണ് അങ്ങനെ നിങ്ങൾ അനാവശ്യമായിട്ട് യൂസ് ആക്കുക ഈ ട്രാൻസ്ജെൻഡേഴ്സ്? ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിന് കൊടുത്ത ബെനിഫിറ്റുകൾ പോലും ട്രാൻസ്ജെൻഡേഴ്സ് യൂസ് ആക്കുന്നില്ല സത്യം പറയുകയാണെങ്കിൽ. ഇപ്പോൾ നമുക്ക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് കിട്ടും. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പോഷകാഹാരങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് വേറെ കിട്ടും. അതൊക്കെ ഒന്നും ഒരു വളരെ ചുരുക്കം ട്രാൻസ് മാത്രമാണ് അതൊക്കെ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് ഒരുപാട് പദ്ധതികൾ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. തുന്നൽ പരിശീലനം, തയ്യൽ മിഷൻ കൊടുക്കുക, അവർക്ക് കൃഷിയാണ് ഇഷ്ടിച്ച് അവർക്ക് ആട് കോഴി വളർത്തൽ അങ്ങനെ സംഭവങ്ങളൊക്കെ കൊടുക്കുക. ഇതൊന്നും ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഒന്നും ഇത് ചെയ്യുന്നില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇതൊക്കെ വാങ്ങുന്നുള്ളൂ. അപ്പൊ പിന്നെ അങ്ങനെ കൊടുത്ത കാര്യങ്ങളൊക്കെ അവര് ദുരുപയോഗം ചെയ്യും എന്ന് പറഞ്ഞതിൽ വലിയ അർത്ഥമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ജാസി ഒരുപാട് ആക്ടിങ് റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ അടുത്തെങ്ങാനും ജാസിനെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുമോ? എനിക്ക് നല്ല നല്ല മൂവീസിന്റെ ഓഫേഴ്സ് ഒക്കെ വരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് തമിഴ് മൂവീസ്. എനിക്ക് അറിയില്ല എന്താ അവിടെ തമിഴിൽ നിന്ന് എനിക്ക് ഓഫേഴ്സ് വരുന്നുള്ളത്. അക്സെപ്റ്റ് ചെയ്തില്ലേ? അല്ല, ഞാൻ തമിഴ് എനിക്ക് വരുന്നുണ്ട്. ചിലതൊക്കെ ട്രാൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള മൂവീസ്, അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ എക്സ്പോസ് ചെയ്തിട്ടുള്ള മൂവീസ്, അതല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് ഇങ്ങനെ അങ്ങനത്തെ ഒരു ഇതാണ് വരുന്നത്. പിന്നെ ചിലതിലൊക്കെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും. എനിക്ക് അറിയില്ല എന്താണ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത്, എനിക്ക് അറിയത്തില്ല ഗൈസ്. അപ്പൊ അതൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് നല്ലൊരു തമിഴ് മൂവി വന്നിട്ടുണ്ടായിരുന്നു. വിജയ് സേതുപതിയുടെ കൂടെയുള്ള ഒരു മൂവി ആയിരുന്നു അത്. ഇനിയിപ്പോൾ ഞാൻ ഇതിലെല്ലാം അഭിനയിക്കുന്നില്ല, എനിക്ക് പറയാമല്ലോ. ഐശ്വര്യലക്ഷ്മി ആയിരുന്നു അതിന്റെ ഹീറോയിനൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. നല്ല മൂവി ആയിരുന്നു. ഷൂട്ടൊക്കെ മലേഷ്യയിലും ചെന്നൈയിലുമാണ് ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എന്നോട് അവര് അഡ്ജസ്റ്റ്മെന്റ് വേണം എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത് വേണ്ടാന്ന് വെച്ചത്. ലൈക്ക് എനിക്കറിയില്ല എന്താണ് അഡ്ജസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ തന്നെയാണോ എല്ലാവരും സിനിമയിൽ കയറുന്നത്, അല്ലെങ്കിൽ ഇത് ചെയ്താൽ മാത്രമാണോ സിനിമകൾ ചെയ്യുന്നത്. നല്ല സിനിമകളുണ്ട്, നല്ല സിനിമയുടെ ഭാഗം ആവാൻ പറ്റും. പക്ഷെ അതിന് നമ്മൾ തുണി ഉരിഞ്ഞ് കാണിക്കണം എന്നുള്ളൊരു ഇതൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് മാത്രം മതി. അതെ, അത് മതി. കാരണം ഞാൻ ഭയങ്കര ഫാമിലി ഓറിയന്റഡ് വ്യക്തിയാണ്. എനിക്ക് പാർട്ട്ണർ ഉണ്ട്. ഞാൻ ചെയ്യുന്ന മൂവീസിൽ എൻ്റെ പാർട്ട്ണറും കൂടി ഓക്കെ ആണ്, അല്ലെങ്കിൽ അത് ചെയ്യാൻ നല്ലതാണെന്ന് വില്ലിങ് ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ആഷിക്ക് എന്തെങ്കിലും മൂവീസിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടോ? ആഷി പൊതുവെ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള വ്യക്തിയാണ്. ഞാനാണ് പിന്നെ ഫോഴ്സ്ഫുള്ളി നമുക്ക് റീൽസ് ചെയ്യാന്ന് വെച്ചാൽ ആഷിക്ക് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സംഭവം ഇഷ്ടമല്ല. ഞാൻ ആഷിനെ പരിചയ സമയത്ത് ആഷിക്ക് ലൈക്ക് ഒരു ഇൻസ്റ്റഗ്രാം ഉണ്ടായിരുന്നു, ഫേസ്ബുക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ടിക്ടോക്ക്, നമ്മൾ ദുബായ് ടിക്ടോക്ക് ആയിരുന്നു. ടിക്ടോക്ക് ഉണ്ട്, പക്ഷെ ടിക്ടോക്ക് വീഡിയോസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു പ്രൊഫൈൽ മാത്രം. അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ്. അപ്പോൾ ഇവന് പണ്ടൊക്കെ എന്നോട് പറയുന്നത്, ഞാനില്ല ജാസ്തി നീ ചെയ്താൽ മതി, എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ, അല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല, എനിക്ക് സോഷ്യൽ മീഡിയ ഇഷ്ടമല്ല, അങ്ങനെ പറഞ്ഞ വ്യക്തിയായിരുന്നു ആഷി. എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത വലിയൊരു തെറ്റാണ് ആഷിനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നെന്നുള്ളത്.
പക്ഷെ സ്റ്റിൽ ഇപ്പൊ ഞങ്ങൾ ഭയങ്കര പക്ഷെ ഹാപ്പി. എനിക്ക് തോന്നുന്നു ആഷിക്ക് ജാസിനെ കൂടുതലും ഇതിലോട്ട് അഭിനയിപ്പിക്കാനും ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യിപ്പിക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആവുന്നു. അല്ല, എന്റെ ബിഹൈൻഡ്സ് പറയുമ്പോൾ എന്റെ എല്ലാ വീഡിയോസും എനിക്ക് എടുത്തു തരുന്നത്, എന്റെ ഫോട്ടോസ്, എന്റെ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത് ആഷിയാണ്. ഈവൻ യൂട്യൂബ് ചാനലാണെങ്കിലും ഒക്കെ എഡിറ്റും കാര്യങ്ങളും ഒക്കെ ആഷിയ ചെയ്തു തരുന്നത്. ആഷി നല്ലൊരു സപ്പോർട്ടറാണ്. പക്ഷെ ഇടയ്ക്കൊക്കെ പക്ഷെ എനിക്ക് എന്റെ റീൽസ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കണം അങ്ങനെയൊക്കെ നിർബന്ധമുണ്ട്. കുറേ വട്ടം എടുക്കുമ്പോൾ ഇതിൽ ഏതാണ് നല്ലതെന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ആവുമല്ലോ. അപ്പോൾ നല്ലോണം പഠിച്ച് ഒറ്റ വട്ടം ചെയ്താൽ മതിയല്ലോ. അപ്പൊ ആഷി ആകുമ്പോൾ കുറേ ടൈം ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആഷി പറയും, വേണ്ട ജാസി നീ ഒറ്റയ്ക്ക് ചെയ്തോ, ഞാൻ ചെയ്ത കൊള്ളത്തില്ല. പക്ഷെ എന്നാലും സ്റ്റിൽ ഞാൻ വിളിച്ച്, പക്ഷെ ഭയങ്കരമായിട്ട് നിൽക്കും കേട്ടോ ആള്. ടൈം അങ്ങനെ ഒരു പ്രശ്നമുള്ള ആളല്ല, ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്ന വ്യക്തിയാണ്. ആഷിയുടെ വീട്ടുകാരായിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് ആയോ? എന്തെങ്കിലും എനിക്ക് കോണ്ടാക്ട് ഇല്ല. അവന് എന്നിട്ടല്ലേ പ്രശ്നമുള്ളൂ, അവനായിട്ട് പ്രശ്നമൊന്നുമില്ല. അവനെങ്കിലും അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നൊരു ഹോപ്പ് ഉണ്ടോ? ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ആ വലിയ ഹോപ്പൊന്നുമില്ല. അല്ല, ഞാൻ വിചാരിച്ചിരുന്നു ഞാനിങ്ങനെ മാറി കഴിഞ്ഞാലൊക്കെ എന്നെ അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് സ്റ്റിൽ അങ്ങനത്തെ ഒരു ഇതില്ല. അത് എനിക്കറിയില്ല എന്താന്നുള്ളത്. കാരണം എനിക്കറിയില്ല, എനിക്ക് ആ ഹോപ്പ് ഇല്ല ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ. ഉണ്ടായിരുന്നു മുമ്പേ, ഇപ്പൊ അങ്ങനെ ഇല്ല എനിക്ക്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ജാസിനെ എല്ലായിടത്തും അറിയണം, ജാസി ആഷി എന്നുള്ളൊരു പേരിലാണ്. എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആഷി എന്നെ വേണ്ടാന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ജാസിയുടെ അവസ്ഥ? ആഷി ഒരിക്കലും എന്നെ വേണ്ടാന്ന് വെച്ച് പോവത്തില്ല. അതൊരു വലിയൊരു കാര്യം. കാരണം നമുക്ക് നമ്മളെ പാർട്ട്ണറിനെ അറിയാമല്ലോ, അല്ലെങ്കിൽ ആളെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ആഷി ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈവൻ ഞാനാണെങ്കിലും ഭയങ്കര, ഞങ്ങൾ രണ്ടുപേരും ഒരേ വേവ് ലെങ്തിൽ ചിന്തിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആഷിനെ ഇട്ടിട്ട് പോവും എന്നുള്ള പേടി എനിക്ക് ഒരിക്കലും ഇല്ല. കാരണം ആഷിക്ക് ഒരിക്കലും എന്നെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ അത്രയും ഞങ്ങൾ മനസ്സിലാക്കിയ വ്യക്തികളാണ്. അതെ, കാരണം ഈവൻ ഇപ്പൊ ഈ ഒരു മിനിറ്റ് ഇപ്പൊ ഞാൻ ആഷില്ലാണ്ടാണ് ഈ ഇന്റർവ്യൂവിന് വന്നിട്ടുള്ളത്. ഈ ഒരു മിനിറ്റ് നിങ്ങൾക്ക് എന്റെ ഫോൺ നോക്കി അറിയാം എനിക്ക് എത്ര മിസ് കോളും ആഷിനെ വന്നിട്ടുണ്ടാവുന്നുണ്ട്. കാരണം ആഷി അങ്ങനെയാണ്, ഒരു സെക്കൻഡ് എന്നെ അങ്ങനെ മാറിയിരുന്ന്. കാരണം ആഷിക്ക് അങ്ങനെ വലിയ ഫ്രണ്ട്സ് ആയിട്ടൊന്നും ഇല്ല. ഒരു കാര്യം പരസ്പരം മറച്ചു വെക്കാറില്ല. ഇല്ല ഒന്നും മീൻസ് എല്ലാം ഞങ്ങൾ ഫുൾ ടൈം 24 hours ഞങ്ങൾ ഒരുമിച്ച് തന്നെയല്ലേ. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ സാധാരണ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ പോലെ ഹസ്ബൻഡ് രാവിലെ പോവുക വൈകിട്ട് വരിക അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല. എവിടെ പോവുകയാണെങ്കിലും ആശ ഉണ്ടാവും, എവിടെ പോവുകയാണെങ്കിലും ഞാൻ ഉണ്ടാവും. ഇതിപ്പോൾ ആശ വരാത്ത ഓൾറെഡി ഷോപ്പിന്റെ ഒക്കെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ആശ വരാത്തത്. പക്ഷെ എങ്കിലും എല്ലാം ആ ഒരു ഡേ നടന്ന എല്ലാ കാര്യങ്ങളും ആശ ഷെയർ ചെയ്യും. വന്നാൽ ഞാനും ഇതേപോലെ ഇപ്പൊ ഇന്റർവ്യൂവിന് പോയ കാര്യങ്ങളൊക്കെ ഞാനും അവരോട് പറയും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉള്ള അല്ല. ജാസി എന്തെങ്കിലും കമ്മിറ്റ് ചെയ്യണതിന് മുന്നേ ആഷിയുടെ സമ്മതം മേടിക്കണം അങ്ങനെയൊക്കെ നിർബന്ധമുണ്ടോ ആഷിക്ക്? അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയൂ, ഓഫ് കോഴ്സ് അത് വേണമല്ലോ. അപ്പൊ പാർട്ട്ണറായിട്ട് ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഓഫ് കോഴ്സ് അവരെ ഒരു ഇഷ്ടം കൂടി നമുക്ക് നോക്കണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലക്കിയ. കാരണം ഞാൻ മോശമായിട്ട് പറയുന്നില്ല, കാരണം ആണ് പെണ്ണ് തമ്മിലുള്ള റിലേഷനിൽ പോലും ഇത്രയും സത്യസന്ധമായിട്ട് പലരും നിൽക്കുന്നില്ല. അത് വെച്ച് നോക്കുമ്പോ ഏറ്റവും നല്ലത് എവിടെയാണ് സത്യം. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിത്തെ ആൾക്കാരും കുറെ ആൾക്കാർ പറയും ജാസിന്റെ ഒരു വലിയ ഭാഗ്യം ആഷിനെ പോലത്തെ ഒരു വ്യക്തിനെ കിട്ടിയതാണ്. അഫ്കോഴ്സ് അത് അങ്ങനെ തന്നെയാണ്. കാരണം എനിക്ക് എൻ്റെ ലൈഫ് എത്രത്തോളം സക്സസ് ആണ് എങ്കിൽ പോലും അതിന്റെ ഏറ്റവും ബാക്കിൽ നിന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്ന വ്യക്തി ആഷിയാണ്. പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് ആണുങ്ങൾ, പെണ്ണുങ്ങൾ കൂടുതൽ എഫേർട്ട് ഇട്ടേക്ക് റിലേഷന് വേണ്ടിയിട്ട്, ഫാമിലി എല്ലാം പോട്ടെ എന്ന് പറയും. പക്ഷെ ആണുങ്ങൾ ഫാമിലിനെ ഒഴിവാക്കി റിലേഷനിൽ നിൽക്കുക എന്നുള്ളത് വളരെ ചുരുക്കമുള്ളൂ. പക്ഷെ ആഷി ഫാമിലിന് അത്രേ പ്രശ്നമായിട്ട് വരും ജാസി എന്ന് പറഞ്ഞു. അത് ആഷിക്ക് നന്നായിട്ട് എന്നെ അറിയാം. ആഷി ഫാമിലി ഒഴിവാക്കിയെന്നില്ല. ആഷിന്റെ ഫാമിലി കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് പ്രശ്നമുള്ളൂ. അവന്റെ ഉമ്മാൻ്റെ അമ്മ വിളിക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സ്റ്റിൽ ഇപ്പോ റമദാനൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റ് ആംബേഴ്സ് ഒക്കെ അയച്ചു കൊടുക്കില്ല, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ടാണ് പ്രശ്നമുള്ളൂ. അപ്പോ ആഷിക്ക് അവന്റെ ഉമ്മ വലുത് തന്നെയാണ്. ഇവൻ അതേപോലെ തന്നെ എന്നെ ഇഷ്ടമാണ്. അപ്പൊ അവനക്ക് രണ്ടുപേരും വേണമല്ലോ ലൈഫില്. പിന്നെ ഞാനങ്ങ് മനസ്സിലാക്കും. കാരണം ഞാനൊരു അമ്മയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ഫോക്കസ് ഓഫ് വ്യൂവില് ചിന്തിക്കുമ്പോൾ അവന്റെ ഉമ്മ ചെയ്യുന്നത് ചിലപ്പോൾ റൈറ്റ് ആയിരിക്കാം. അപ്പൊ ഞാൻ ആ ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാം പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് വലുതാക്കുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ അതിന്റെ റേറ്റ്സ് ഒരു പോയിന്റിൽ നിന്നിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നൂല, കുഞ്ഞൊരു പ്രശ്നമായിട്ടേ തോന്നുള്ളൂ. അതുപോലെ തന്നെ റീസെന്റ് ആ ഒരു അമെന്റ്മെന്റ് ബില്ലിന്റെ ഇതിൽ പോയപ്പോഴത്തേക്കും ജാസി പറഞ്ഞു നോമ്പൊക്കെ എടുക്കുന്നുണ്ട്, അത് അതിനേതായിട്ടുള്ള ഇതിലായിരിക്കും ഞാൻ പോകുന്നത്. പക്ഷെ ഈ പറഞ്ഞ പർദ്ദയും തട്ടും ഒക്കെ ഇട്ട് പോയപ്പോൾ പോലും ജാസി ഫുൾ മേക്കപ്പിലാണ് അവിടെ പോയത്. അപ്പൊ നോമ്പ് എടുത്തിക്കുമ്പോൾ ഈ മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകുന്നതിലൊന്നും തെറ്റുന്നില്ല. അത്രയും നന്നായിട്ട്
ആയിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ മേക്കപ്പ് ഞാൻ അത്രയും ചെയ്തിട്ടില്ലേ? മേക്കപ്പ് ഇടുന്ന ജസ്റ്റ് എനിക്ക് ഐ ലവ് മേക്കപ്പ്. എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് നോർമൽ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കണ്ണിന് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ട്, കുറച്ച് റോഷ് ഇട്ടിട്ടുണ്ട്. ഫൗണ്ടേഷൻ ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എനിക്ക് പൊതുവെ അങ്ങനെ ഒരുപാട് അങ്ങനെ മേക്കപ്പ് ചെയ്ത് പോകുന്നില്ല. ഈ ഫംഗ്ഷനും ഈ ഷൂട്ടൊക്കെ ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യാന്നല്ലാണ്ട് നോർമലി കണ്ണൊക്കെ എഴുതിയാൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഒരു അതാണ് എൻ്റെ ലൈഫ് ഫേസിൽ എൻ്റെ എല്ലാ ഫീച്ചേഴ്സിലും എൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പബ്ലിക്കലി പോകുമ്പോൾ ഭയങ്കര പൊട്ടിയിട്ട് പോകണം എന്നുള്ളൊരു തോട്ടൊന്നുമില്ല. എനിക്ക് നോർമലി മേക്കപ്പ് ആണ് അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ല ഹെവി മേക്കപ്പ് ഇട്ടേക്കുന്നു. ഇല്ല, നോർമലാണിത്. വളരെ നോർമലായിട്ട് ചെയ്ത മേക്കപ്പാണ്. എനിക്കങ്ങനെ എനിക്ക് ഇഷ്ടമാണ് മേക്കപ്പ്. എനിക്ക് ഇഷ്ടമാണ്. ഭയങ്കര ഹെവി ആയിട്ടൊക്കെ ഒരുങ്ങി ഇനാഗുറേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വല്ല പ്രോഗ്രാംസ് അല്ലെങ്കിൽ വലിയ മൂവിന്റെ ഇതൊക്കെ പ്രൊമോഷൻസ് ഒക്കെ വരുമ്പോൾ പോവാം, അങ്ങനെയൊക്കെ പോവാം. നോർമലി നമ്മൾ ചെയ്യുമ്പോഴും റീൽസ് ഒക്കെ ചെയ്യുമ്പോഴൊന്നും ഞാൻ അങ്ങനെ മേക്കപ്പ് ഇടാണ്ടാ ചെയ്യാറ് അധികം. സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഡൗൺ ആകുമ്പോഴത്തേക്കും ഒന്നും കൂടി ഒന്ന് ട്രെൻഡിൽ വരാൻ വേണ്ടി ജാസി കുറെ കാര്യങ്ങൾ ഒന്ന് ഇട്ട് കൊടുക്കാറില്ലേ? അനാവശ്യമായിട്ട് ജസ്റ്റ് ഒന്ന് ട്രോൾ ഇട്ടേന്ന് വിചാരിച്ച് കയ്യിൽ നിന്ന് എടുത്ത് ഇട്ട് കൊടുക്കാറില്ല? എനിക്ക് അങ്ങനെ ഫീൽ ആയി. ഇല്ല, ഞാൻ അങ്ങനെ അത് എന്നോട് എല്ലാവരും ചോദിക്കുന്ന കാര്യം. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് സോഷ്യൽ മീഡിയ ഡൗൺ എനിക്ക് അറിയില്ല. എനിക്ക് ഡൗൺ ആകുമ്പോൾ ഞാൻ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല. ഞാൻ ഇപ്പൊ റീസെന്റ് ഒരു കാര്യം പറയാം. ഇപ്പൊ റീസെന്റ് നമ്മൾ നോമ്പിന് ഞാനും ആശയും കൂടി ജസ്റ്റ് യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോമ്പിന് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല റീച്ച് ഉള്ള സമയം. കാരണം എന്റെ കുക്കിങ്ങും കാര്യങ്ങളും പുതിയ പുതിയ ഡിഷുകളൊക്കെ ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന സമയമാണ് നോമ്പ്. അപ്പോൾ ഓൾറെഡി ഞാനൊരു ദിവസം നോമ്പിന് കുളിച്ചിറങ്ങി വരുമ്പോൾ ആശ അവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക. നോമ്പാണ് സ്റ്റിൽ. അപ്പൊ ഞാൻ ജസ്റ്റ് കുളിച്ചിറങ്ങിയപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അവനൊരു ഉമ്മ കൊടുത്തു. ജസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ ഞാൻ ജസ്റ്റ് ഉമ്മ കൊടുത്തു. അപ്പൊ ഞാൻ കിച്ചണിൽ വന്നിട്ട് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഞാൻ ചുമ്മാ അങ്ങനെ പറയാണ്, ഒരു ഉമ്മ തന്നപ്പോൾ തിരിച്ചൊരു ഉമ്മ തരാൻ വയ്യ, വല്ലാത്ത സാധനം, ഫുൾ ടൈം ഗെയിം കണ്ടിങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞതാ. അതെല്ലാം പറഞ്ഞ് ഞാൻ യൂട്യൂബിൽ ഞാൻ ഷോർട്സ് എടുത്തോണ്ടിരിക്കുമ്പോൾ ആശ തന്നെ ഉമ്മ വെച്ചിട്ട് അങ്ങ് പോയി. പക്ഷെ ഞാൻ ഫ്രണ്ടിൽ ഞാൻ നോർമലി റിംഗ് ലൈറ്റിലാണ് ക്യാമറ വെക്കാറ്, അതറിയാം. പക്ഷെ ഞാൻ ഫ്രണ്ടിൽ ക്യാമറ വെച്ച് അവൻ കണ്ടിട്ടില്ല. അവൻ വന്നിട്ട് എന്നെ ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് ഉമ്മ തന്നപ്പോഴാണ് ഫ്രണ്ടിൽ ക്യാമറ ഇരിക്കുന്നതാണ് ഇത്. അപ്പൊ ഞാൻ ഈ ഇതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആശി പറഞ്ഞു, ആഹാ നീ വീഡിയോ എടുക്കാൻ. അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞു, ആശി ഇത് എന്തായാലും പോസ്റ്റ് ചെയ്യട്ടോ, ഞാൻ കട്ട് ചെയ്യില്ല. അതങ്ങനെ വെച്ചതാ. അത് കഴിഞ്ഞിട്ട് അത് ചെയ്തത് എനിക്ക് തോന്നുന്നു 6-7 നോമ്പിനാണ്. ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു 10-15 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് വീഡിയോ പോസ്റ്റ് ചെയ്യാനൊന്നും ഇല്ലാതെ ഞാൻ ചുമ്മാ അത് ഇപ്പൊ എടുക്കട്ടെ വെച്ചിട്ട് ഞാൻ രണ്ടോട്ട് ആലോചിച്ചു. കാരണം നോമ്പാണ്, ഉമ്മ വെച്ച് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അത് വിമർശനം വരുമോ, അങ്ങനെ ആവും ഇങ്ങനെ വരുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ അങ്ങനെ ശങ്കിച്ചിട്ടാണ് അത് പോസ്റ്റ് ചെയ്തത്. പക്ഷെ അതങ്ങ് ഭയങ്കര വൈറലായി. ഒരുപാട് പേര് അത് എടുത്ത് ചെയ്യുന്നു, ഒരുപാട് പേര് അത് ട്രോളുന്നു, ഒരുപാട് പേര് അത് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ചെയ്യുന്നു, ഓൺ വോയിസിൽ ചെയ്യുന്നു, കുട്ടികൾ ചെയ്യുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, അയ്യോ ഇത് ഭയങ്കര വൈറലായല്ലോ. ഇത് ഞാൻ വൈറലാവാൻ ചെയ്ത ഒരു കാര്യേ അല്ല, ചുമ്മാ വീടില്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തതാണത്. പക്ഷെ കാര്യങ്ങളൊന്നും വൈറലാവുന്നില്ല. അത് സത്യം പറഞ്ഞാൽ അത് എല്ലാ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കും ഉണ്ടാവും കേട്ടോ. നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര വൈറലായ സംഭവമായിരിക്കും. പക്ഷെ അത് ഒട്ടും വൈറലാവത്തില്ല. ചുമ്മാ ചെയ്യുന്ന കാര്യമൊക്കെ മില്യനൊക്കെ അടിച്ചു പോവുക. അങ്ങനെ ആയി പോയത് സംഭവം. ഇപ്പൊ റീസെന്റ് ട്രാൻസ്ജെൻഡർ അമെന്റ്മെന്റ് ബില്ലിന് പോയ സമയത്ത് ജാസി പറയണ്ടായിരുന്നു BJP പാർട്ടിനോട് ഒരു താല്പര്യം ഇല്ലാന്ന്, ഒരിക്കലും ചേരാൻ താല്പര്യമില്ലെന്ന്. പക്ഷെ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് BJPയിലോട്ട് ചേർന്നിട്ടുണ്ട്. ജാസിക്ക് എന്തുകൊണ്ടാണ് അതിനോട് താല്പര്യമില്ലാത്തത്? ഇപ്പൊ ഈ ഒരു ബില്ല് കൊണ്ടുവന്ന തന്നെ BJPയുടെ ആൾക്കാരാണ്. അതാണ്. രണ്ടാമതെന്ന് പറയുന്നത്, ഞാൻ ജനിച്ച മുതലേ ഞാൻ കാണുന്നത് എൻ്റെ ഉപ്പ സഖാവാണ്. അപ്പോൾ ഉപ്പാന്റെ കൂടെ ഞാൻ ഒരുപാട് പരിപാടിക്ക് പോയിട്ടുണ്ട്. ഈവൻ ഞാനൊരു ജലീൽ സാറിന്റെ ഒരു പ്രസംഗം കുറ്റിപ്പുറത്ത് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഭയങ്കര ഇഷ്ടം ജലീൽ സാറിനെ. എനിക്ക് പേഴ്സണലി സാറിന്റെ ബുക്സ് ഒക്കെ ഞാൻ കുറച്ച് വായിച്ചിട്ടുണ്ട്. പിന്നെ ആ സമയം മുതലേ എനിക്ക് എൻ്റെ ഉള്ളിൽ ഞാൻ ഒരു സഖാവാണ് എന്നൊരു തോട്ട് നമുക്ക് വരുമല്ലോ. പിന്നെ നമ്മൾ ഉപ്പാനല്ല നമ്മൾ കണ്ട് വളരുന്നത്. അന്ന് മുതൽ ഞാൻ ഫസ്റ്റ് വോട്ടുള്ള സമയത്തൊക്കെ ഞാൻ ചെയ്തത് ഇതിനാണ്, LDFനാണ് വോട്ടൊക്കെ ചെയ്തത്. അപ്പോൾ എനിക്ക് ആ ഒരു പാർട്ടിയോടുള്ള ഒരു ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. പിന്നെ ചില ആൾക്കാരെ പ്രസംഗം, പിന്നെ കുറേ കഥകളൊക്കെ വായിച്ച് എനിക്ക് ആ പാർട്ടിയോട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ്. അപ്പോൾ അത് നമുക്കൊരു കുറേ ക്യാഷ് തന്നു വെച്ചിട്ട് നമുക്ക് പേഴ്സണലി നമ്മൾ ആ ഒരു ഇഷ്ടം മാറ്റി വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഇതാവാത്തത്, രജിസ്റ്റർ ആവാത്തത് അതിനെക്കൊണ്ട്. അപ്പോൾ ഓക്കെ ജാസി, എനിക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ജാസിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതിപ്പോൾ ഷെയർ ചെയ്യാം നമുക്ക്, എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം.
എനിക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരാളെയും അറിയാതെ ഒരാളെയും ക്രൂശിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാർ ഒരിക്കലും എന്നെ ക്രൂശിക്കാൻ നിൽക്കത്തില്ല. കാരണം ഞാൻ ഭയങ്കര സോഫ്റ്റ് ആയുള്ള പേഴ്സണാണ്. അപ്പോൾ ചില ആൾക്കാരെ അറിയാതെ ഈ കുറേ ഈ യൂട്യൂബേഴ്സിൻ്റെ ഈ കുറേ കാര്യങ്ങൾ കേട്ട് ഇതാണ് സത്യം എന്ന് പറഞ്ഞ് വിശ്വസിക്കും. ഇവൻ കുറേ ആൾക്കാരെ ലൈഫിൽ ഉണ്ടാകുന്ന സംഭവം അതാണ്. അപ്പോൾ നിങ്ങൾ ഒരാളെ മനസ്സിലാക്കിയിട്ട് മാത്രം അദ്ദേഹത്തിനെ വിമർശിക്കുക, അദ്ദേഹത്തിന് കമൻറ്റ് ഇടുക, അദ്ദേഹത്തിനെ നോക്കിക്കാണുക. അല്ലാണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഒരിക്കലും നിങ്ങൾ ഒരാളെ വിലയിരുത്താതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ജാസി. താങ്ക് യു. എന്തെങ്കിലുമൊക്കെ വീണ്ടും കാണാം. താങ്ക് യു. കാണട്ടെ.